സഭാപ്രസംഗകൻ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ചത്ത ഈച്ച പരിമളദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തുന്നു. അതുപോലെ ജ്ഞാനവും പ്രശസ്തിയും കെടുത്തുവാൻ അല്പം മൗഢ്യം മതി. ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടും വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടും ചായ്വ് കാണിക്കുന്നു. മൂഢൻ വഴിയെ നടന്നാൽ മതി. അല്പബുദ്ധിയായ അവൻ താൻ ഭോഷനാണെന്ന് വെളിപ്പെടുത്തുന്നു. രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം. വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരം ആയിരിക്കും. നമ്മുടെ ജ്ഞാനം കെടുത്തുവാൻ, നമ്മുടെ സൽപ്പേര് കെടുത്തുവാൻ, ദൈവിക ജ്ഞാനവും വിശ്വാസവും നഷ്ടപ്പെടുത്തുവാൻ ഒരു ദുഷ്ടൻ മാത്രം മതി. ഒരുവൻ്റെ വാക്കുകൾ കൊണ്ട് നമ്മളെ മുറിപ്പെടുത്തുവാനും ആ ദേശത്തെ മുഴുവനും നല്ല ഭക്ഷണത്തിൽ ഈച്ചയിരുന്ന് ദുർഗന്ധം അല്ലെങ്കിൽ രോഗാണുക്കൾ പരത്തുന്നത് പോലെ നമ്മെ നശിപ്പിക്കുവാൻ ഒരൊറ്റ ദുഷ്ടൻ്റെ നാവ് മാത്രം മതി. അത് ബുദ്ധിപൂർവം അതിനെ തരണം ചെയ്ത് നാം അവർക്ക് മറുപടി ഒന്നും കൊടുക്കണ്ട. തമ്പുരാനെ ഓർത്ത് ആ ഈച്ചയ്ക്ക്, ആ ദുഷ്ടന് അവൻ്റെ ആഗ്രഹം സഫലമാക്കാതെ മൗനമായിരുന്ന് ആ ദുഷ്ടനായ ആ മനുഷ്യൻ്റെ വാക്ക് അല്ലെങ്കിൽ ആ ഈച്ച പരത്തുന്ന രോഗത്തെ കെടുത്തുവാൻ, ലോകത്തെ വെളിപ്പെടുത്തുവാൻ, മനുഷ്യർക്ക് വിശ്വസിക്കുവാൻ നമ്മളുടെ പ്രവൃത്തികൾ ധാരാളം മതി. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ നോക്കുന്നതാണ് ഏറ്റവും വലിയ ബലി. മറ്റുള്ള ഒരുവൻ്റെ നന്മയെയും അവൻ്റെ ഉപജീവന മാർഗത്തെയും അവൻ്റെ സൽപ്പേരിനെയും അവൻ്റെ ഭാവിയെയും അവൻ്റെ മക്കളുടെ ഭാവിയെയും കുടുംബത്തെയും നശിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ബലി. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിനക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു താഴെ വെച്ച് അവനുമായി സഹോദരനോട് രമ്യതപ്പെടുവാൻ. അതുപോലെ ആരെയെങ്കിലും നമ്മൾ മുറിപ്പെടുത്തുകയോ വേദനപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുറിപ്പെടുത്തലിനെ ദൈവത്തിൻ്റെ തന്നെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് മാപ്പപേക്ഷിച്ച് വിനീതരായി, ഈശോ ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ മക്കളെ വളർത്തുന്നത് അവർ നല്ല രീതിയിൽ മറ്റുള്ളവരെക്കാൾ നല്ലവനായി ജീവിക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരണമെന്ന ആഗ്രഹത്തോടെയാണല്ലോ. അതുപോലെ നമ്മുടെ സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ, ഈശോയ്ക്ക് സന്തോഷമുള്ളവനായി ജീവിക്കുവാൻ, ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ഈശോയുടെ മക്കളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം.